ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതായത് ഈ വേർഡിലെല്ലാം ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയിരുന്നു. അതായത് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി, ആ വാക്ക് വായിച്ചേ, ട്രേസ് ഔട്ട് ചെയ്ത് വായിക്കുക. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9 നിനക്ക് എന്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതാണ് സംഭവം. പൂർണ്ണമായി എൻ്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നല്ല എഴുതിയിരിക്കണത്. എൻ്റെ ശക്തി പൂർണ്ണമായി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പല ശക്തിയിലും അപൂർണതയുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ദൈവത്തിന് ശക്തി കിട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഇത്രയും സാക്ഷി ആൾക്കാർ പറയത്തില്ലല്ലോ. പക്ഷെ പലയിടത്തും അപൂർണത വരാൻ കാരണം ഈ ദൈവത്തിൻ്റെ കസേര കയറി ചില ഏടാകൂടങ്ങൾ അപ്പൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ ലവറായിരിക്കും. അവൻ ചിലപ്പോൾ നിന്നോട് പറയും, ഇന്ന് നീ ഒന്നും ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ പോകത്തില്ലല്ലോ. നീ ഉടമ്പടി എടുത്തേച്ച് നിൻ്റെ പെണ്ണ് പോകും. ഇപ്പം നിങ്ങൾ 10 സ്ഥാനമായ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ട് കണക്ഷൻ പോകും. അപ്പം നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഇടപാടുകളെ ആരാണ് റിമോട്ട് കൺട്രോൾ ചെയ്യണത്? അദൃശ്യ ശക്തിയാണ്. പൈശാചികമായ അദൃശ്യ ശക്തികൾ മനുഷ്യനെ കെട്ടിയിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അളിയനായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന മരുമകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിയുള്ള ആളായിരിക്കാം. ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഞാനാണെന്ന് മീശ പിരിക്കണത് ആരായാലും ശരി, അപ്പൻ്റെ സ്ഥാനത്ത്, ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അയാളുടെ ആജ്ഞാവർത്തികളും അടിമകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. മനസ്സിലായ? അടിമകളാണെങ്കിൽ ഒരിക്കലും അവർ വീട്ടിൽ വസിക്കണില്ല. അതാണ് വിഷയം. നിങ്ങൾ അടിമകളാണോ, ആരുടെയെങ്കിലും അടിമകളാണോ എങ്കിൽ അവരെ വിട്ട് പോരേണ്ടി വരും. അടിമകളാണോ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും യജമാനന്മാരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കൈ ഇടിച്ച് കർത്താവിനെ ആവശ്യമില്ലാത്ത ആരാധനയും അവകാശം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ പൂർണ്ണ തോതിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വിഖ്യാതമായി നിൽക്കുകയാണ്. ഇത് നയതന്ത്രപരമായിട്ടാണ് അവരെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യേണ്ടത്, അല്ല ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. മനസ്സിലായോ? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടത് ഇംപ്രൂഡൻസ് ആണ്. ഇറ്റ് അഗൻസ്റ്റ് പ്രൂഡൻസ്, വിവേകത്തിനെതിരാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇത് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും പേടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആരെങ്കിലും നിങ്ങൾ, ഞാനിപ്പോൾ സപ്പോർട്ട് വലിച്ചു കളയും. ചില ആൾക്കാർ, ചില ഘടകകക്ഷികൾ അവർ ഭരണകക്ഷിക്കുള്ള പിന്തുണ വലിക്കുമ്പോൾ ഉടനെ മന്ത്രിസഭ പോകുകയില്ലേ? അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും നിൻ്റെ അടുത്ത് വേണ്ട. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവാണെന്ന് നീ പറയണം. കൈ ഇടിച്ച് കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും, ഏത് സാഹചര്യങ്ങളിലും യേശുവിൽ മാത്രം ആശ്രയം വെച്ച് മുന്നേറുവാൻ. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണത്, അദൃശ്യരായ യജമാനന്മാരെ സൂക്ഷിക്കരുതെന്ന് പറയാൻ കാരണം ആരാധനയുടെ ബേസിക് പ്രീ റിക്വസിറ്റ്. ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ, 11ാം ക്ലാസ്സിൽ, +2, +1 നിങ്ങൾക്ക് അഡ്മിഷൻ വേണം. അതിൻ്റെ ബേസിക് പ്രീ റിക്വസിറ്റ് എന്താണ്? 10ാം ക്ലാസ് മര്യാദയ്ക്ക് പാസ്സായിരിക്കണമെന്നല്ലേ? ഇല്ലേ? അത് തന്നെയാണ്. നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ യജമാനന്മാരെ നിങ്ങൾ പുറത്താക്കേണ്ടി വരും. എന്താണ്? അടിമകൾക്ക് ആരാധനയില്ല. ഉറപ്പല്ലേ? നിങ്ങളിപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ഭീഷണി പുറത്ത് അവരുടെ ഉപജാപത്തിൽ അവരെ ഇപ്പോൾ ചിലർ പറയത്തില്ല, ചിലർ പള്ളി വിടത്തില്ല, ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന അംഗീകരിക്കത്തില്ല.
ഇങ്ങനെയുള്ള യജമാനന്മാരുടെ അടിമകൾക്ക് ഒരിക്കലും ആരാധനയ്ക്ക് അവകാശമില്ല. അടിമകൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്. മോസസ് എന്തുകൊണ്ടാണ് ഫറവോയോട് പറയണത്? ഫറവോയോട് പറയണത്, എൻ്റെ ജനത്തെ വിട്ടുതരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണ്? മരുഭൂമിയിൽ എന്നെ വന്ന് ആരാധിക്കാൻ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാട് 7:16. വായിച്ചോളൂ. നീ അവനോട് പറയണം. വേർഡ് ഓഫ് ഗോഡ്. പുറപ്പാട് 7:16. പുറപ്പാട് 7:16. നീ അവനോട് പറയണം. നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. അതാണ് പ്രശ്നം. അടിമകളുടെ വെച്ചിരിക്കുന്ന ഹെബ്രായ ജനത്തെ മോചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആരാധിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താണ്? ആരാധന എന്ന് പറയണത് ദൈവത്തിൻ്റെ പുതുത്വത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പരിപാലനകളും തൻ്റെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷയാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ സ്തുതിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നേ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവിനോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ ഓരോരുത്തരെയും ഹല്ലേലൂയ, 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 സ്വരമുയർത്തി സ്തുതിക്കാം. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യയോടെ സമ്മതേ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപകള് ഈ സമൂഹത്തിൽ വർഷിക്കുവാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും കൃപയാൽ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ എല്ലാ മക്കളെയും താരോട് ചേർത്ത് ദുരിതങ്ങളാൽ വലയുന്ന നമ്മൾ വളരെ ഗൗരവതരമായ ഒരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വിളമ്പി തന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, നിനക്ക് ഇൻട്രിൻസിക് ബോണ്ടേജ് ഉണ്ടെന്നാണ് ചോദിക്കണത് കർത്താവ്. ആന്തരികമായ അടിമത്തമുണ്ടോ? ആരാധനയ്ക്ക് നീ യോഗ്യനല്ല. ആന്തരിക അടിമത്തമുള്ളവർക്ക് ആരാധനയ്ക്ക് യോഗ്യമല്ല, അവകാശമില്ല. അതാണ് സംഭവം. ആരാധനയുടെ അവകാശം എന്ന് പറയണത് നീ അവരെ വിട്ടു പോരണം. ആരുമായിട്ടാണ് ദൈവത്തിൽ നിരക്കാത്ത, അപ്പം ദൈവവിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ദൈവത്തെ ഭയപ്പെടാത്തത് കൊണ്ടും ദൈവത്തെ അംഗീകരിക്കാത്തത് കൊണ്ടുമാണല്ലോ ചില ആൾക്കാർ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്, ബന്ധുക്കളായാലും സ്വന്തപ്പെട്ടവരായാലും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അവരെ പേടിച്ചാൽ, ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം. ആരെ പേടിക്കേണ്ടത്? കൊന്നതിന് ശേഷം നരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവനെ മാത്രം പേടിക്കുക. ആര്? ദൈവത്തെ മാത്രം പേടിക്കുക. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, അങ്ങേ മാത്രം പേടിക്കുന്ന അവസ്ഥയിലേക്ക് എൻ്റെ ജീവിതത്തെ നീ പുനഃക്രമീകരിക്കണമേ.
ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആന്തരിക അടിമത്വം അദൃശ്യമായ തരത്തിലുള്ള വ്യക്തികളുടെ യജമാനത്തെ ഭാഗത്തെ മാനസികമായിട്ട് അംഗീകരിച്ച് കൊണ്ട് കൊടുക്കുന്നത് നമുക്ക് കർത്താവിൻ്റെ ശക്തി പൂർണ്ണ തോതിൽ നമ്മളിലേക്ക് ആവഹിക്കുന്നതിന് തടസ്സമായി വരും. ശക്തി ലഭിക്കത്തില്ല എന്നല്ല വചനം പറയണത്, മറിച്ച് പൂർണ്ണമായി ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായി നിന്നിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ്? പൂർണ്ണമായും നീ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണം. അപ്പോൾ പൂർണ്ണമായി ദൈവത്തിൻ്റെ ആശ്രയിക്കുമ്പോഴേ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് അതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാര്യം ദൈവത്തിന് വേണമെങ്കിൽ ഡിവോയ്ഡ് ഓഫ് എനി റിലേഷൻ എനി മെറിറ്റ് നിന്നെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ആരും നിന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ആരും നിന്നെ സഹായിച്ചില്ലെങ്കിലും ദൈവത്തിന് നിന്നെ ഏത് അവസ്ഥയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നീ സമ്മതിക്കത്തില്ല. നീ എന്താ പറയണത്? നീ കുറേ ആൾക്കാരെ നീ കെട്ടിവരഞ്ഞ് പിടിച്ച് നിൽക്കുകയാണ്. അവരെന്നെ സഹായിക്കും, അവരെന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കവിടെ ഇംഗ്ലണ്ടിൽ അവരെനിക്ക് സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കിടക്കാൻ വേണ്ടിയുള്ള സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ദൈവത്തേക്കാൾ പ്രാധാന്യം നീ ഓരോ ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ നിന്നെ ഇട്ടച്ചും പോകുമ്പോൾ നീ ഇരുന്ന് മോങ്ങുകയും ചെയ്യും. നീ നിൻ്റെ കരച്ചിൽ നിൻ്റെ സൃഷ്ടിയാണ്. നിൻ്റെ കരച്ചിൽ നീ ആവശ്യമില്ലാത്ത ഇപ്പോൾ ഇറ്റ്സ് ഒരാൾ ദൈവം തിരുമനസ്സാകണമെങ്കിൽ വചനത്തിൻ്റെ നിലപാട് എന്താണ്? നാളെ ഞങ്ങൾ പട്ടണത്തിൽ പോകും, ഇന്ന വ്യാപാരം നടത്തും, ലാഭം ഉണ്ടാക്കും എന്ന് നിങ്ങൾ പറയരുത്. എന്താ പറയണ്ട? യാക്കോബ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. യാക്കോബ് 4:13 വരെയുള്ള തിരുവചനങ്ങൾ. യാക്കോബ് 4:13. ഇന്നോ നാളെയോ പറഞ്ഞ ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരു വർഷം താമസിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പ്രഖ്യാപിക്കുന്ന നിങ്ങളോട് ഒന്ന് പറയട്ടെ. നാളത്തെ നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളതായിരിക്കും എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ. അല്പനേരത്തേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്ന മൂടൽ മഞ്ഞാണ് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. ഇതാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്. എങ്ങനെയാണ്? കർത്താവ് മനസ്സാകുന്നെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും യഥായുക്തം പ്രവർത്തിക്കുകയും ചെയ്യും. ഇവിടെയാണ് പ്രശ്നം. ഇതാണ് എൻ്റെ താക്കോലെന്ന് പറയണത്. നിങ്ങൾക്ക് ഓഫർ തരാം. ഓരോ ഓഫർ എന്ന് പറയുന്ന സംഭവമില്ലേ, ഓഫർ. ഈ ഓഫറിൻ്റെ കാണാക്കയറത്തിലാണ് പലരെയും കെട്ടിയിട്ടിരിക്കുന്നത് പിശാച്. ഈ ഓഫറിൻ്റെ കാണാത്ത കയറിലാണ് പല ആൾക്കാരെയും പിശാച് കെട്ടിയിട്ടിരിക്കണത്. അപ്പോൾ അവരിങ്ങനെ ഓഫർ തരുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീട് സ്ഥലമാകാം, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇംഗ്ലണ്ടിൽ അവരുടെ കൂടെ താമസിക്കാൻ പറ്റുമെന്ന് പറയണതാകാം. നിങ്ങൾക്കൊരു ഓഫർ തരികയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുക. ഉടനെ മനസ്സിലായി, നീ അടിമയായി, തീർന്നു, അവിടെ നിൻ്റെ തീർന്നു. പക്ഷേ എന്താ കാര്യം? നീ ഒരിക്കൽ മനുഷ്യൻ്റെ അടിമയായാൽ ദൈവത്തിൻ്റെ യജമാനത്വ ഭാവം നിന്നിൽ നിന്ന് മാറും. പിന്നെ ദൈവം നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. എന്താ കാര്യം? നീ ഓൾറെഡി സെക്യൂറായി. മനസ്സിലായി? ഒരു സെക്യൂറായി. എന്താ കാര്യം? ഓഫറിൻ്റെ കാണാത്ത കയറിൽ നിന്നെ കെട്ടിയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കുക, നിൻ്റെ കൃപയുടെ നീർച്ചാൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാക്കോബ് എന്താ പറയണത്? 4:13 എന്താ പറയണത്? നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്. ഓഫറൊക്കെ തരും ആൾക്കാർ, പക്ഷേ അതിനകത്ത് പോയി ഹൃദയം മയങ്ങി നിൽക്കരുത്. നിങ്ങൾ എന്താ പറയേണ്ടത്? ഇറ്റ്സ് ക്ലിയർ. കർത്താവ് തിരുമനസ്സാകണമെങ്കിലാ ഞങ്ങൾ അവിടെ വരികയും വ്യാപാരം ചെയ്യുകയും ചെയ്യും. ഇല്ല കർത്താവിൻ്റെ തിരുമനസ് മറിച്ചാണെങ്കിൽ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറും.
അപ്പോൾ അവിടെയെല്ലാം കർത്താവിനാണ് പ്രാധാന്യം വരേണ്ടത്. കൃപ ഒഴുക്കുന്നതിൻ്റെ തടസ്സത്തിൽ വരാൻ പോണത് ഈ ഓഫറിങ്ങാണ് വരണത്. ചിലപ്പോൾ ഓഫറിംഗ് എന്ന് ചിലപ്പോൾ നടക്കത്തുമില്ല, അതേസമയം തന്നെ ദൈവത്തിൻ്റെ കൃപയും നിൽക്കത്തില്ല, നീ നിത്യതെണ്ടിയായിട്ട് മാറുകയും ചെയ്യും. ഒത്തിരി പേരാണ് ഇങ്ങനെ ഈ ബലിയാടുകൾ വരണത്, ഓഫറിൻ്റെ ബലിയാടുകൾ വരണത്. അപ്പം അതുകൊണ്ട് നീ ദൈവത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ, ഫുള്ളായിട്ടാണ് ദൈവത്തിലേക്ക് വരണത്. മനസ്സിലായില്ലേ? ദൈവത്തിലേക്ക് വരണത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാഗികമായിട്ടൊരാൾക്ക് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. ഒരു അനുഷ്ഠാനം കാണിച്ചിട്ടേ ഒരു ഭാഗികമായിട്ട് ദൈവത്തിലേക്ക് വരാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞത് നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കുക സാധ്യമല്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. മത്തായി 6:24. മത്തായി 6:24. 2 യജമാനന്മാരെ സേവിക്കാൻ. കേട്ടോ, 2 യജമാനന്മാരെ ഒന്നും കണ്ടില്ലേ ഇവിടെ? അത് പറഞ്ഞ 2 യജമാനന്മാരെ സേവിക്കാൻ, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും ഉപേക്ഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതാണ് വിഷയം. പല ആൾക്കാർക്കും കൃപ പൂർണ്ണമായിട്ട് കിട്ടാത്തതിൻ്റെ കാരണം 2 വള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നതാണ്. 2 കാലുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് 2 വള്ളത്തിൽ വെക്കേണ്ടത് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? 2 കാലം കൂടി ഒരു വള്ളത്തിൽ വെക്കുമ്പോഴാണല്ലോ ആൾക്കാർ വീഴാതെ നിൽക്കണത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിംഗ് ഉണ്ടാകുന്ന നോക്കണം. എല്ലാവർക്കും തന്നെ ഉണ്ട് ഈ വിഷയം. പല ആൾക്കാരും കൃപയിൽ പുരോഗമിക്കാത്തതിൻ്റെ കാരണം ദൈവത്തിനേക്കാൾ പ്രാധാന്യം വ്യക്തികൾക്കും ഇതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് നൽകുന്നതിലൂടെയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഒരു 98% ആൾക്കാരും ഇതിൻ്റെ ഒരു വലയിലാണ് ശരിക്കും. ദൈവത്തിന് നിങ്ങളെ പൂർണ്ണമായി സഹായിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം നിങ്ങളുടെ പകുതി വേറെ ആരുടെ വായിലാണ്. അതാണ് വിഷയം. അത് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടതാണ്. അല്ല നിങ്ങളെ ഇങ്ങനെ കുറച്ച് ഇപ്പം എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ ആഷ്ലിയുടെ സാക്ഷ്യം നോക്കിയത്, നമ്മുടെ സാക്ഷ്യമാണല്ലോ പരിശോധിച്ചത്. ആഷ്ലി എന്താ പറയുന്നത്? ഐ ഹാവ് നോ സപ്പോർട്ടേഴ്സ്. എനിക്കിവിടെ വരാൻ പോലും അറിയത്തില്ല. ഞാനൊരു പെൺകൊച്ച്, അവൾ കൊച്ചാണേ, അത്രയും വലിയ ഒന്നുമില്ല. അവൾ ഒരു ബേസിക്കായത്തെയാണ്. പക്ഷേ നീലഗിരിയിൽ നിന്ന് വരണം, ബോർഡറിലാണ് താമസിക്കുന്നത്. അവിടുന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. പക്ഷേ ഉടമ്പടിക്കും മാതാവിൻ്റെ കാര്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു തോന്നൽ വന്ന് അമ്മയെല്ലാം ശരിയാക്കുമെന്ന്. അതാണ് ദൈവവിളിയെന്ന് പറയുന്നത്. നിനക്കുള്ള ഊണ് അമ്മ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മാതാവിൻ്റെ കാര്യം പക്ഷെ അവൾക്ക് വരണേ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഒറ്റയ്ക്ക് വരണം, അവിടുന്ന് വരണം, ആരെങ്കിലും കൂട്ട് കിട്ടണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ പാവം എന്തൊരു 1 മാസത്തിനുള്ളിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്താ സംഭവം? ഉടമ്പടി എടുക്കുമ്പോൾ എന്താ? അവൾക്ക് OIT എഴുതണം, വിദേശത്ത് പോയി ജോലി ചെയ്യണം. അതാണ് അവിടെ പ്രശ്നം. അതിന് അവൾക്ക് ഡീമെറിറ്റ്സ് കുറേ ഉണ്ട്. എല്ലാം മലയാളം മീഡിയമാണ്. അത് കാരണം ഒരു മൊഡ്യൂൾസിൻ്റെ കയറാൻ രക്ഷയില്ല. സ്പീക്കിംഗ് കിട്ടത്തില്ല, അതുപോലെ തന്നെ റൈറ്റിംഗ് കിട്ടത്തില്ല, പിന്നെ ഹിയറിങ് ഒക്കെ എല്ലാം പോകും, റീഡിങ്ങും ഒക്കെ പോകും. അപ്പോൾ എങ്കിലും അമ്മ എന്നെ സഹായിക്കും. അതാണ് അവളുടെ വിഷയം. അവളത് മനസ്സിൽ പറയുന്നുണ്ട്, അമ്മ എന്നെ സഹായിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. കാര്യം ഞാൻ കുഞ്ഞുനാൾ മുതൽ അമ്മയെന്നും പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. യാക്കോബീസ് ആണെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, എപ്പോഴും അമ്മയോടാണ് കൂടുതൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഇതെൻ്റെ അമ്മയെ വിളിച്ചതാണെന്ന് വിചാരിച്ചുകൊണ്ട് കക്ഷി ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പോകും. ഉടമ്പടി എടുത്ത് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അവൾ ഉടനെ അവിടെ ലെവല് എഡ്യൂക്കേഷൻ ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. ബേസിക്സ് എല്ലാം പോയിരിക്കുകയല്ലേ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ ഞാൻ 8ാം ക്ലാസ്സിലെ കണക്കിന് അടികൊണ്ടിട്ടുണ്ട്. എന്താ കാര്യം? 6ാം ക്ലാസ്സിലെ കണക്ക് ഞാൻ പല ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിരുന്നു. ബേസിക്സ് ഇല്ലാത്ത കൊണ്ടാണ് കണക്കിന് അടി മേടിച്ചത്. പിന്നെ ആ സാറ് 2 കൊല്ലം 3 കൊല്ലം പഠിപ്പിച്ചതാണ് കരക്കയറ്റിയത് ഞങ്ങളെല്ലാവരെയും. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ബേസിക്സ് പോയി കഴിഞ്ഞാൽ എല്ലാം പോയെന്ന് നമ്മളോട് നമ്മുടെ ഒപ്പോണൻസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ബേസിക്സ് പോയിക്കാൽ എല്ലാം പോയി. എല്ലാം പോയെന്ന് തീരുമാനിക്കണം ആരാണ്?
വഴിയെ പോണ ആൾക്കാർ നമ്മളെ കണ്ടുമുട്ടുന്ന ആൾക്കാരാണോ? എല്ലാം പോയോ പോയില്ലെന്ന് തീരുമാനിക്കുന്നത് നിന്റെ കർത്താവ് മാത്രമാണ്. കൈയിടിച്ച് കർത്താവ് ഡെലിവറി ചെയ്യുക. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി.